കളർഫുൾ ആയിട്ടേ പോകുന്നു. സത്യമാമ, നിങ്ങൾ ഇയാളെ പിടിച്ച് കുലുക്കി കൊണ്ടുവരുന്നേ. മരുന്ന് കുലുക്കി കൊടുക്കാൻ മറന്നുപോയി, അതാ ഇപ്പോട്ട് കുലുക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാ. അവിടെ മുഴുവൻ ന്യൂ ജനറേഷൻ സിനിമാക്കാരാ. ഈ CD ഇറങ്ങിയ സിനിമ ആരും തിയേറ്ററിൽ പോയി കാണൂല. രോഗികളുടെ എണ്ണമൊക്കെ എങ്ങനെ? കുറവാണ്. ഡോക്ടർക്ക് ഈയിടെ ഭയങ്കര ചീത്തപ്പേരോ എനിക്കും പിന്നെ അല്ലാണ്ട് ഇരിക്കോ. കഴിഞ്ഞ ആഴ്ച കൂട്ട ശിശുകരണം നടത്താൻ പോയില്ലേ, അത് ഭയങ്കര കുഴപ്പമായില്ലേ? അല്ലെങ്കിൽ എങ്ങനത്തെ കൂട്ട ശിശുകരണം നടത്താൻ പോയത്? ഇവിടെ കഴിഞ്ഞ വർഷം ഈ പഞ്ചായത്തിൽ ഡോക്ടർ ഷാഫി 101 വെഡിങ്സ് നടത്തിയിരുന്നോ? അന്ന് ആലോചിക്കണായിരുന്നു ഈ വർഷം കൂട്ടത്തോടെ എല്ലാം കൂടെ സിസേറിയൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന്. മൂപ്പർ മനസ്സിലായില്ല. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആളുകളെ പരസ്യം പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആളാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഈ നഗരത്തിന് എന്തു പറ്റി? ഇവിടെ തനിക്കിത് എന്താ പറ്റിയത്? ഇപ്പം കൂടെ തകർത്ത് കിടത്തിയ ആളാണ്. എല്ലാം കൂടെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്നിരിക്കുക. താൻ കാര്യം പറയണോ? അവിടെ ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഇങ്ങനെയാണ് പോക്കെങ്കിൽ താമസിയാതെ താൻ ചാരമാകും, പുകയും. എന്താ ആരുമൊന്നും പ്രതികരിക്കാത്തത്? പ്രതികരിക്കാം. ഇനി വന്നേ. ഇത് ഒടുക്കത്തെ പ്രതികരണമായി പോയി. ഇനിയും വന്ന് ശല്യപ്പെടുത്തിയാൽ ഇങ്ങനെ ആയിരിക്കും എന്റെ പ്രതികരണം. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഡോക്ടറെ, പക്ഷിപ്പനി നിരീക്ഷിക്കാൻ നമ്മൾ കൊണ്ടുവന്ന പേഷ്യന്റ് വയലന്റ് ആവുന്നു. ഒന്ന് നോക്കിക്കേ. കൊണ്ടുവരും. എന്റെ ശ്രീകുട്ടൻ ചേട്ടാ, ഇങ്ങനെ ചിരിക്കല്ലേ. പക്ഷിപ്പനിയാണെന്ന് കരുതി ആരെങ്കിലും ഇഞ്ചക്ഷൻ തന്നു കൊന്നുകളയും. എന്റെ അസുഖത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ ഡോക്ടർ? അതിപ്പോ കോഴിന്ന് മാറി താറാവിലെത്തിയിട്ടുണ്ട്. അയ്യോ ഡോക്ടറെ, അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം? ശ്രീകുട്ടൻ ചേട്ടൻ ഇനി മുതൽ വെള്ളത്തിൽ ചവിട്ടരുത്. താങ്ക് യു ഡോക്ടർ. നിന്റെ കത്തോം വെള്ളം, എന്റെ കത്തോം വെള്ളം, വെള്ളം, വെള്ളം. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ദൈവമേ, ദേ സ്പോഞ്ചുമായിട്ട് ആള് വരുന്നു. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്റെ കയ്യിൽ 2 രൂപയേ ഉള്ളൂ. ഒരു 6 രൂപയും കൂടെ തന്നാൽ ഞാനൊരു വിൽസ് മേടിച്ച് വലിക്കാം. അപ്പൊ താൻ വലിക്കൂ. പിന്നെ അങ്ങനെ വലിച്ചല്ലേ എന്റെ ശബ്ദം ഇങ്ങനെ ആയത്. കഷ്ടം. ഈ വലിയൊന്ന് നിർത്തിക്കൊള്ളൂ. നിർത്തിയാൽ പിന്നെ എങ്ങനെ ഈ പരസ്യം പറഞ്ഞ് ഞാൻ ജീവിക്കും? ഈ അടുത്തൊരു കമ്പിയുടെ പരസ്യം പറയാൻ പോയി, പക്ഷെ ചീറ്റിപ്പോയി. അതെന്തുപറ്റി? ഉറപ്പിനും ദൃഢതയ്ക്കും PMP കമ്പികൾ. ഇത് കൊള്ളാലോ. ഇതിനെന്താ കുഴപ്പം? പക്ഷെ പറഞ്ഞു വന്നപ്പോൾ മറ്റത് കയറി വന്നു. എന്ത് കയറി വന്നു? PMP കമ്പികൾ സ്പോഞ്ച് പോലെയാണ്. അവരെ കമ്പി കൊണ്ട് തലക്കടിക്കായിരുന്നു. ആര് പറഞ്ഞു? തലക്കടിച്ചു. പക്ഷെ കമ്പി സ്പോഞ്ച് അല്ലായിരുന്നു. പക്ഷെ എന്റെ കൈ സ്പോഞ്ച് പോലെയല്ല. ശവം കുഴിച്ചിടാനുണ്ടോ? ശവം. അയ്യോ, അത് നമ്മുടെ ജോർജ് കുട്ടിയല്ലേ? ശവം കുഴിച്ചിടാനുണ്ടോ? ശവം. നല്ലതരം ശവങ്ങൾ കുഴിച്ചിടുന്നതിന് വേണ്ടി സമീപിക്കുക. ജോർജ് കുട്ടി, ജോർജ് കുട്ടി, റാണി കേവിൻസ്, രാജക്കാട് PO, ഇടുക്കി ജില്ല. ഈ ജോർജ് കുട്ടിക്ക് എന്നാ പറ്റി? ഈ ജോർജ് കുട്ടിയുടെ വീട്ടിൽ ഒരു കൊലപാതകം നടന്നു. അതിന്റെ കേസും വക്കാലത്തൊക്കെ നടന്ന് മൂപ്പർക്ക് വട്ടായി പോയി. അയ്യോ, എന്റെ പൊന്നു ജോർജ് കുട്ടി ഇവിടെ കിടന്ന് കറങ്ങാൻ അകത്ത് വാർഡിൽ പോയി കിടക്ക്.
ഇതൊക്കെ? സാറിനെ കാണാൻ വേണ്ടി മേജർ ശശി സാറിന് കൊണ്ടിരിക്കുക. മേജർ ശശിയോ? കേറി വരാൻ പറ. നമസ്കാരം സാർ. എന്താ വന്നത്? अरे अच्छा बड़ा कौन है हमारे एक दिन मैं देख എന്താ? ഓ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലല്ലേ? അല്ല, എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറയാം. പറഞ്ഞോളൂ സാർ, എന്താണ് അസുഖം? ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു തൊടാ പനി. അത്രേ ഉള്ളൂ. ഒരു സംശയം ഒന്ന് ചോദിച്ചത്. പൂച്ചോ പൂച്ചോ. ഈ സാറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ സാർ അനുഭവിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നത് സത്യമാണോ സാറേ? എന്താ സംശയം? എല്ലാം ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള യുദ്ധങ്ങളാണ്. ആണല്ലേ? എന്റെ കഥ, എന്റെ തോക്ക്, എന്റെ പീരങ്കി, എന്റെ ബോംബ്, എന്റെ കുഴി ബോംബ്. സാറിനെ പോലെ ധൈര്യശാലിയെ കാണാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം. ഓ, സമ്മതിക്കണം സാറേ. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ പുറത്തുനിന്ന് ആവശ്യമുള്ള സാധനം കൊണ്ടുവന്നു. പിന്നെ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, പനി മാറി. സാറേ, ഇഞ്ചക്ഷൻ എടുത്താൽ മതി. പേടിയാണോ? അപ്പൊ പനി മാറണ്ടേ? സിനിമ മുഴുവൻ വെടിയും ബോംബും പോകും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞപ്പോ പാന്റെ മുള്ളി കഷ്ടം. അതിന് സിസ്റ്റർ മേടിക്കണ്ട. മണ്ട പോയ തെങ്ങിലാരും തേങ്ങിടാൻ കയറില്ല. ഡോക്ടർ സാറേ, എന്താണ് ഈ ഹോസ്പിറ്റൽ മൊത്തം പോലീസുകാർ വളഞ്ഞു കഴിഞ്ഞു? പോലീസോ? എന്താ കാര്യം? സേതുരാമയ്യ CBI ഇങ്ങോട്ട് വരുന്നുണ്ട്. സേതുരാമയ്യ ഫ്രം CBI. എന്താ? മിസ്റ്റർ ഡോക്ടർ, ഇവിടെ ജോർജ് കുട്ടി. ഇവിടെ ഉണ്ട് സാർ. വരാൻ പറയൂ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. വെറും 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല CBIയുടേത്. സാർ, ഞാൻ CBI ഒരിക്കലും മണ്ടന്മാരെ കണ്ടിട്ടില്ല. മിസ്റ്റർ ജോർജ് കുട്ടി, ഞങ്ങൾ രാജാക്കാട് പോലീസ് സ്റ്റേഷൻ കുഴിച്ചുമാന്തി പൊളിച്ചടുക്കിയിട്ടിരിക്കുകയാണ്. ദാ കാണാം. ജോർജ് കുട്ടി, CBIയോട് കളിക്കണ്ട. ഇവിടെയാണ് ആ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നത്. ഇല്ല, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ആ ബോഡി ഇപ്പോ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച് മംഗൾയാനിൽ കയറ്റി ചൊവ്വയിലേക്ക് അയച്ചിരിക്കുക. ജോർജ് കുട്ടി, എന്തൊക്കെ പറഞ്ഞാലും കുറ്റം കുറ്റം തന്നെയാ. ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും. ജോർജ് കുട്ടി പുറത്തു വരും. അപ്പോൾ ഇനി CBI അന്വേഷണം നേരെ ചൊവ്വയിലേക്ക്. ബ്രിങ് ദം ബാക്ക്. മാറി നിൽക്കാൻ. ശരി. ഒരു കാര്യം പറയാൻ മറന്നു. അതാണ് നമ്മുടെ CBI. ഒരു വെടിക്കെട്ട് തീർന്നവരുണ്ട്. എന്റെ പൊന്ന് ജോർജ് കുട്ടി, ആ ബോഡി മംഗൾയാനി കെട്ടി ചൊവ്വയിലേക്ക് വിട്ടിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അറിയാനുള്ള ഒരു ആഗ്രഹം
സത്യം പറ, ആ ബോഡി എവിടെയാ കൊണ്ട് കുടിച്ചിട്ടിരിക്കുന്നത്? ശംഭോ മഹാദേവ, ഭീമയും അയ്യമ്മയും ഉള്ളിടത്തോളം കാലം ആ സത്യമെന്നും രഹസ്യമായിരിക്കും. ചുമ്മാ